അവസാനം നല്ലതാണെങ്കിൽ തുടക്കവും നല്ലതായിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഥ വ്യത്യസ്തമാണ്. ഇത് തുടങ്ങിയതാണെങ്കിലോ എന്നോ ആണ്. കൽക്കറ്റ വന്നതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ആരാ 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 അവിടെ? ആരാ ആരാ? Who's there? ആരാ ആരാ? ഹലോ, അല്ല ഇതിൽ നിനക്കെന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ പണിയെടുക്കുവാണ്. ചുമ്മാ ഇരിക്കുമല്ലോ, മനസ്സിലാക്കിക്കോ. ആ ശരി ശരി. ആ വരാൻ ഇച്ചിരി ലേറ്റാവും. അതെ, വരാൻ ഇച്ചിരി ലേറ്റാവും എന്ന് പറഞ്ഞില്ലേ? ശരി, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക കേട്ടോ. ശരി, ഫോൺ വെച്ചോ കേട്ടോ. ബഹാദൂർ. പറയൂ സാർ. ആ ചാമ്പർ ക്ലോസ് ചെയ്ത് തരേ. ശരി സാർ. അല്ല, വരുന്ന വഴിക്ക് പകുതി വെച്ച് വണ്ടി റിപ്പയർ ആയി പോയെന്നേ. അതെ, ഞാനിപ്പോൾ നടന്നാ വന്നോണ്ടിരിക്കുന്നേ. ആ ഞാനേ ടാക്സി വിളിച്ച് വന്നേക്കാം, നീ വിഷമിക്കണ്ട കേട്ടോ. ആ നിങ്ങളൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങ്, വിഷമിക്കണ്ട കേട്ടോ. ഞാൻ സൂക്ഷിച്ചു വന്നോളാം. ആ ഹാ ഹാ ശരി 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 വെയ്, ഞാൻ വന്നേക്കാം. ശരി. ആ ശരി, നീ ഫോൺ വെയ്. ശരി. സ്വിച്ച് ഓഫ് ആയോ? എന്തൊക്കെയാണോ?
എന്താടാ, നിനക്ക് മരിക്കണമെന്ന് അത്ര ആഗ്രഹമുണ്ടോ? നീ ഞങ്ങളെ പറ്റി എഴുതാറായോ? നോക്കിയേ, ഞാൻ എന്റെ ബോസ് പറഞ്ഞ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതേ ചെയ്യൂ. എടാനിയാ, ഞങ്ങളുടെ ജോലിയാ ചെയ്തത്. നീ എത്താ ബാഗ് താടാ, ആദ്യം ബാഗ് തന്നിട്ട് സംസാരം. ഓടടാ, ഓടിക്കളിച്ചൊക്കെ മതിയായില്ലേ നിനക്ക്? ബാഗ് താടാ, ബാഗ് എനിക്ക് താടാ. എന്തിനാ? സ്കൂളിൽ പോവാനാ? എടാനിയ, ഓവറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ബാഗ് കഴിക്കേ, വാടാ. പറ്റില്ല. അടുത്ത പ്രാവശ്യം ഈ ജേർണലിസ്റ്റിനോട് കളിക്കുമ്പോ നോക്കി കളിക്കണം. എനിക്ക് ആ ന്യൂസ് വേണം, അതും പെട്ടെന്ന് വേണം. വേറെ ന്യൂസ് ചാനൽ ഈ വാർത്ത വന്നാലുണ്ടല്ലോ, നിന്റെ ജോലി അങ്ങ് പോവും. നിനക്ക് 2 മണിക്കൂർ സമയം. എൻ്റെ പേര് നവീൻ കുമാർ എന്നാ. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കണം ആദ്യം. മേ കമിങ് സർ? കരൺ, കമിൻ കമിൻ. ഇരിക്കേ. ഗുഡ് മോർണിംഗ് സർ. ബാഡ് മോർണിംഗ്. ന്യൂസ് ഇപ്പോൾ മറ്റ് ചാനലിൽ പോയതിന് ശേഷമാ നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. ഇതുപോലെ തുടരുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ വല്ല ഹിമാലയത്തിലും പോയി തപസ്സിരിക്കേണ്ടി വരും. സർ, നമ്മൾ ന്യൂസിന്റെ പുറകെ ഓടുകയാണെങ്കിൽ ന്യൂസ് നമ്മുടെ മുമ്പിൽ ഓടുകയാണ്. പക്ഷേ നമ്മൾ ക്രിമിനലിന്റെ പുറകെ ഓടുകയാണെങ്കിൽ ന്യൂസ് നമ്മളെ തെരഞ്ഞു വരും. റിലാക്സ് സർ, ഈ ഫയൽ കണ്ടു നോക്കൂ. ദാറ്റ്സ് ഗുഡ്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗുഡ്. നിനക്ക് താല്പര്യം കൂടുതലുണ്ടല്ലേ? താങ്ക് യു സർ. താങ്ക് യു സർ. കരൺ, എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ക്രൈം സീറോ ആകുന്നത്, അപ്പോഴാണ് അത് തല നിവർന്ന് ഹീറോ ആയി നിൽക്കുന്നത്. ശരി, അത് വിട്ടേക്ക്. നീ ഒരു ജോലി ചെയ്യ്. പറയൂ സർ. കൊൽക്കട്ടയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഓണറുടെ പേര് വാസു എന്നാണ്. ഞാൻ മനസ്സിലാക്കിയത് 1 വർഷത്തിന് മുമ്പേ അയാൾ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു എന്നാണ്. പോലീസ് റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആ ഹോസ്പിറ്റലിൽ എന്തോ തെറ്റായ കാര്യം നടക്കുന്നുണ്ടെന്നാ. സർ, പക്ഷെ 1 കൊല്ലം മുമ്പ് അതിൻ്റെ ഓണർ റോഡ് ആക്സിഡന്റിൽ മരിച്ചു. സർ, ഒരു പക്ഷേ ഇത് ആക്സിഡന്റ് അല്ലാതെ മർഡർ ആവാനും സാധ്യതയുണ്ടല്ലോ. ഇതിൽ എന്തോ ഒരു മർമ്മമുണ്ട് സാർ, നമുക്കത് അറിയുന്നില്ല. നീ കൊൽക്കത്തയിൽ പോയിട്ട് വാ. നിന്റെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൺസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നീ അവിടെ കാണും. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കൊരു മോട്ടോർ സൈക്കിളും തരും. താങ്ക് യു സാർ. ഒരുപാട് ദിവസം അവിടെ താമസിക്കേണ്ടി വരുമോ സാർ? അതെ, ജോലിയുണ്ടല്ലോ, പോയാലേ പറ്റുള്ളൂ. ഓക്കെ സാർ. ഞാനിവിടെ തിരിച്ചു വന്നതിന് തെറ്റാണ്. എന്തെങ്കിലും പറഞ്ഞില്ല സാർ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു സാർ.
യെസ്, ഒരു പയ്യൻ താങ്കളെ കാണാൻ വന്നിട്ടുണ്ട് ഫാദർ. കാണാൻ വന്നിരിക്കുന്നു. സെൻഡ് ഹിം. മേ ഐ കം ഇൻ ഫാദർ? യെസ്, കം ഇൻ. പ്ലീസ് ബി സീറ്റഡ്. സോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു മൈ സൺ? ബിഷപ്പ് മിഷണറി 2015 ബാച്ച് കരൺ സിംഗ്. സാറിന്റെ കൈ കൊണ്ട് പെർഫെക്റ്റ് സ്റ്റുഡന്റ് എന്ന ബാച്ച് എനിക്ക് തന്നില്ലേ? Yes, 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 yes. How can I forget? How can I forget? That young boy, strong boy. You have certainly now turned into a man, I would say. So, my son, ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതൊരു ജോലിക്കാര്യത്തിന് വേണ്ടി കൽക്കറ്റ വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ ഇത്രയും വലിയൊരു പട്ടണത്തിൽ എൻ്റെ അഡ്രസ്സ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോഴൊക്കെ തെരഞ്ഞ ദൈവത്തെ പോലും കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ആ ദൈവത്തിനോട് ചോദിച്ചു നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണെന്ന്. അപ്പോ എവിടെ ഇപ്പൊ താമസിക്കുന്നത്? ഇവിടെ സിറ്റി ഹോസ്പിറ്റലില്ലേ, അതിന്റെ അടുത്താണ്. എത്ര നാളുണ്ടാവും ഇവിടെ? ഒരു 2-3 ദിവസത്തേക്ക്. ആക്ച്വലി ഞാൻ ന്യൂസ് ആൻഡ് സെയിൽ ജേർണലിസ്റ്റ് ആണ്. അത് ശരി. ഞങ്ങളൊരു സ്റ്റോറിക്ക് വേണ്ടി ഇറങ്ങിയതാ. ഞാൻ ആ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകും. എന്ത് ന്യൂസാണ്? ഇവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ ഓണർ മിസ്റ്റർ വാസു, ആ ഹോസ്പിറ്റലിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം നടന്നു ഞാൻ കേട്ടു. അത് കുറച്ച് വർഷം മുമ്പല്ലേ? ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്ക് അസൈൻമെന്റ് തന്നു, അതും കൊണ്ട് ഞാൻ വന്നു. എൻ്റെ ബോസ് എന്നെ ഈ സ്റ്റോറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, അക്കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം ഒരു കോഫി കുടിക്കാം. അല്ലെങ്കിലുണ്ടല്ലോ, ഇത്രയും നാൾ കഴിഞ്ഞ് വന്നപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഫാദർ ഒരു കോഫി കുടിക്കുന്നതുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറയും. ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. വരൂ. ആരാ നിങ്ങൾ? എന്താ പറ്റിയത്? എണീറ്റേ, എണീറ്റേ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ? ഇന്നലെ രാത്രി നിങ്ങൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണ്, അതാ. പക്ഷെ ഇങ്ങനെ തന്നെ ഇനിയും ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലുതൊക്കെ ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് താങ്കളെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ മെഡിസിൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. 2 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. എന്തെങ്കിലും പറയണോ? ഇല്ലല്ല, താങ്കൾ അവിടെ കിടക്ക്. ഇറ്റ്സ് ഓക്കെ. അത് പറഞ്ഞോളൂ. ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് പെട്ടെന്ന് ക്രോസായി. എന്നിട്ട് പെൺകുട്ടിയോ? പക്ഷെ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നല്ലോ. ചിലപ്പോ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. എനിവേ, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കൂ. ഞാൻ ഈവനിങ് വിസിറ്റിംഗ് ഹൗസിൽ കാണാൻ വരാം. ടേക്ക് കെയർ. ഹലോ. കരൺ, പറയൂ സാർ. നിനക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയുന്ന കേട്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല സാർ, അത് പിന്നെ ചെറിയ പരിക്കേ ഉള്ളൂ, വേറൊന്നുമില്ല. കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല സാർ, രാവിലത്തേക്ക് ശരിയായേക്കും. പെട്ടെന്ന് ശരിയായിട്ട് വാ. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, മനസ്സിലായോ? ഓക്കെ സാർ, ഞാൻ നിങ്ങളെ രാവിലെ വിളിക്കാം. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ.
അത് പിന്നെ ഞാൻ ബെഡിൽ കിടക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഒരു ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെയും സംഭവിക്കാമല്ലോ. എന്തെന്നാൽ ചില സമയങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ പോലും പക്ഷെ നമുക്ക് നടന്നതായിട്ട് തോന്നുമല്ലോ. രഹസ്യത്തെ മറച്ചു വെക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാലും ആ രഹസ്യം എല്ലാവരുടെയും മുമ്പിൽ പുറത്തു വരുന്നതാണ്. രഹസ്യോ? എന്ത് രഹസ്യം? നിങ്ങൾ ഏത് രഹസ്യത്തെ കുറിച്ചാണ് പറയുന്നത്? സാർ, ഇവിടെ എന്ത് ചെയ്യുവാണ് സാർ? അത് പിന്നെ ഡോക്ടറിനോട്. അതിനിവിടെ ആരും ഇല്ലല്ലോ സാർ. ശരി, വരൂ, ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് വിളിച്ചോണ്ട് പോവാം. വരൂ സാർ, ഇവിടെ പോവാം. ഉണ്ടായിരുന്നല്ലോ. വരൂ സാർ, അവിടെ കിടന്നുറങ്ങൂ. ടയേർഡല്ലേ നിങ്ങൾ? ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഉറങ്ങിക്കോളാം. ശരി സാർ, ഞാൻ പോവാം, നിങ്ങൾ കിടന്നോളൂ. എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ എന്നെ വിളിച്ചാൽ മതി സാർ, ഞാൻ വന്നേക്കാം. ഓക്കെ അല്ലേ സാർ? ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. സാർ, സാർ എണിക്കൂ. സാർ ഇവിടെ സൈൻ ചെയ്ത് തരണം. നിങ്ങളിന്ന് ഡിസ്ചാർജ് ചെയ്യുവാണ്. ദാ ഇവിടെ.
ഇത്രയും രാത്രിയില് ഈ നടു റോഡിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ എന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു. പേടിപ്പിച്ചിന് ആദ്യം സോറി പറയാം. ഞാനും നിങ്ങളുടെ കൂടെ വരാം. പോകാം. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നത്? ഫോളോ ചെയ്തതിൻ്റെ കാരണം ഒരു കാര്യം ചോദിക്കണം. പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഗോവയിൽ നിന്ന് കൽക്കറ്റ വരെ വന്നത് ഒരു സ്റ്റോറിൽ ജോലി ചെയ്യാനാണ്. അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓണറില്ലേ മിസ്റ്റർ വാസു, ഒരു കൊല്ലം മുമ്പ് അദ്ദേഹം കാർ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് കേട്ടു. അതോടൊപ്പം ഹോസ്പിറ്റലിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ടെന്നും കേട്ടു. വിധിയുടെ ഒരു കളി കണ്ടില്ലേ? ആ ഹോസ്പിറ്റലിന് മുമ്പ് തന്നെ എനിക്കും ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറായ നിങ്ങളാണ് എന്നെ സഹായിച്ചത്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ജോലി ചെയ്ത് വരികയാണ്. ഡോണ്ട് ടേക്ക് അതർവൈസ് ഫോർ ജസ്റ്റ് എൻക്വയറി. ഒരു കാര്യം ഡോക്ടർ, മനുഷ്യ സ്നേഹത്തോടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. പ്ലീസ്, ഈ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം, എല്ലാം പറഞ്ഞു തരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഹോസ്പിറ്റലിലെ ട്രെയിനിങ്ങിന് വേണ്ടി വന്ന സമയത്ത്, അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ഓണർ മിസ്റ്റർ വാസു ആയിരുന്നു. പിന്നെ ഒരു ദിവസം മിസ്റ്റർ വാസുവിനും മെഹ്റയ്ക്കും ഇടയിൽ ഭയങ്കര വലിയ വഴക്കുണ്ടായി. മെഹറ, നീ ചെയ്യുന്ന പണിക്കുള്ള പൈസ നിനക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? ഉള്ള റിസ്ക് ഒക്കെ ഞാൻ തന്നെയാ നോക്കുന്നത്. പക്ഷെ നീ പൈസ മേടിക്കാൻ മാത്രം കറക്റ്റ് സമയത്ത് വരുക. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ബിസിനസ് ഇവിടെ അവസാനിപ്പിക്കാം. ബിസിനസ് തീർക്കാമെന്നുള്ള വിഷയമൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറ വാസു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പോലീസിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം മനസ്സിലായാലുണ്ടല്ലോ, ജീവപര്യന്താണ് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം എൻ്റെ അടുത്ത് എല്ലാ ഫുട്ടേജും ഉണ്ട്. അത് പിന്നെ പോലീസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ. നന്നായിട്ട് ആലോചിക്കു വാസു, ആലോചിക്ക്. ഇനിയും സമയമുണ്ട്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് നീ ശ്രമിക്കണ്ട കേട്ടോ. നിന്നെ പോലത്തെ വൃത്തികെട്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയാം. മെഹ്റ, നിന്റെ മുഴുവൻ ഫുട്ടേജും എൻ്റെ അടുത്തുണ്ട്. കറക്റ്റ് സമയം വരുമ്പോ ഇതൊക്കെ സൂപ്പറായിട്ട് പോലീസിന്റെ അടുത്ത് പോയി ചേർന്ന്. പിന്നെ ഈ പണി ചെയ്യണമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. മനസ്സിലായോ? ഇനി ഈ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നീ നിന്റെ കാല് വെച്ച് പോവരുത്. I say get out from my office. Out. അതിനുശേഷം മിസ്റ്റർ മെഹ്റ ഈ ഹോസ്പിറ്റലിൽ ഒരിക്കലും കണ്ടിട്ടേയില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിസ്റ്റർ വാസുവിന്റെ കാർ ആക്സിഡന്റിൽ മരണം സംഭവിച്ചു. എന്ന് വെച്ചാൽ മിസ്റ്റർ വാസു അല്ലെങ്കിൽ മിസ്റ്റർ മെഹ്റ രണ്ടുപേരും ചേർന്നാണ് ഈ ഹോസ്പിറ്റലിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയിരിക്കുന്നത്. മിസ്റ്റർ വാസു ആണെങ്കിൽ കാർ ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ മിസ്റ്റർ മെഹ്റയ്ക്ക് എന്തായി? മിസ്റ്റർ വാസുവിന്റെ മരണത്തിന്റെ ഒരാഴ്ച മുന്നെയാണ് മിസ്റ്റർ മെഹ്റയുടെ മരണം സംഭവിച്ചത്. ഓ, പിന്നെ ഇതിനും അപ്പുറം എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇൻഫർമേഷന് താങ്ക്സ്. നമുക്ക് നാളെ രാവിലെ ഒരിക്കൽ കൂടി കണ്ടാലോ? നാളെ മോർണിംഗ് ആണോ? ഓക്കെ, ഷുവർ. ഓക്കെ, ഒരു മിനിറ്റ്. ക്യാൻ യു ഗിവ് മീ കോൺടാക്ട് നമ്പർ? ഹാ ഷുവർ. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ബൈ. മേരി, നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത്? ഹാ, സത്യമാണോ? സത്യമായിട്ടും. എന്താണെന്ന് പറ. ഇല്ല, ആദ്യം നീ കാണിക്കേ. അല്ലെങ്കിൽ നീ നിന്റെ കണ്ണുകൾ അടയ്ക്കാദ്യം. ശരി. ഓ, ഞാൻ കണ്ണുകൾ അടച്ചിട്ടോ? ഓക്കെ. ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ. One, two, three. വാവ്,
ഇത് നല്ല ഭംഗിയുണ്ട്. ക്യൂട്ട് ഇട്ട് ആയിട്ടുണ്ട്. നോക്കിക്കേ. വളരെ മനോഹരായിട്ടുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ആഹാ, നല്ല ഭംഗിയുണ്ട് സത്യമായിട്ടും. താങ്ക് യു സോ Wow. മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷായി.
ആരാത്? ആരവിടെ ഉള്ളത്? ആരവിടെ ഉള്ളത്? Who's there? കുഷി, കുഷി, വന്നുവല്ലേ നീ? ഇപ്പൊ പോയി നീ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കൂ. ഇനിയും മുഴുവനായിട്ട് ഒരു ദിവസം ബാക്കിയുണ്ട്. ഒരു തവണ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കേ. ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കൺകുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. ഈ കാര്യങ്ങളെല്ലാം വിട്ടേക്ക്. എനിക്ക് കൺകുളിർക്കെ നിന്നെ മുഴുവനായിട്ടൊന്ന് കാണണം. ഇത്രയും ദിവസമായിട്ട് നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയതേയില്ല. പക്ഷേ ഞാൻ ഈ വിശ്വാസത്തിലാ കാത്തിരുന്നത്. നീ എന്തായി ചെയ്യുന്നേ? നിന്റെ അടുത്തെത്താൻ വേണ്ടി ഞാൻ ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചത്. പറഞ്ഞേ, ഇതിനൊരു അവസാനമേ ഇല്ല. നിനക്കറിയോ, നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറണം? കരൺ, കരൺ, കുഷി, നീ ഇത്രയും ദൂരത്തിൽ ഇരുന്നിട്ട് അവളെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നത്? അപ്പൊ എന്റെ അവസ്ഥ എന്താ? കരൺ, 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 കരൺ.
നോക്ക്. ഫാദർ. യെസ് യെസ് യെസ്, ഇരിക്കൂ. എന്തു പറ്റിയ മോനെ? എന്താ നിനക്കൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫാദർ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. ഫാദർ, ഞാൻ കുഷി എന്ന ഒരു പെണ്ണിനെ ഇവിടെ കണ്ടിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലാണ് അവൾ ജോലി എടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവൾക്ക് സുഖമില്ലെന്നാണ് തോന്നുന്നത്. അവൾക്ക് എന്താണ് സംഭവിച്ചെന്നറിയില്ല. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോലും കൊണ്ടുപോയി. പക്ഷേ അവൾക്ക് അത്ര നല്ല സുഖമില്ല. മൈസൺ, ദൈവത്തിനടുത്ത് നിന്റെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കൂ. എല്ലാ കാര്യങ്ങളും ശരിയാകും. ഞാൻ കുഷിയെ കാണാനായിട്ട് വരാം. ഇപ്പോൾ അവള് എവിടെയുള്ളത്? ഫാദർ പ്ലീസ്, നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്യാൻ. ഫാദർ, കുഷിക്ക് ശരിയാവില്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട് ഫാദർ. പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കൂ. ഡോക്ടർ എന്താ പറഞ്ഞത്? അവര് പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. പക്ഷേ കുറച്ച് മെഡിസിൻസ് തന്നിരുന്നു. നോയിക്കോളാൻ പറഞ്ഞിട്ട് അവര് പോയി. ഒരുപക്ഷെ അവൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുമോ? പക്ഷേ സൈക്കോളജിക്കൽ പ്രോബ്ലം ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കൂ. ഒരു തവണ പ്ലീസ് ഫാദർ ഒന്നൊന്ന് നോക്കുവോ? ഡോണ്ട് വറി സൺ. ഫാദർ, കുഷിക്ക് എന്താണ് പറ്റിയത്? കരൺ, നമുക്ക് മുന്നിലുള്ള ഈ പകൽ നമ്മൾ കാണുന്നൊരു സത്യമാണ്. അതുപോലെ തന്നെ രാത്രി എന്നതും സത്യം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കൊരു ലോകമുള്ളതുപോലെ തന്നെ ഇതേ പ്രപഞ്ചത്തിൽ ആത്മാക്കൾക്കും ഒരു ലോകമുണ്ട്. ഫാദർ ഒരു സയൻസ് ടീച്ചർ അല്ലേ? എന്നിട്ട് പോലും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കളുണ്ടെന്നും വിശ്വസിക്കണം. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകും. പക്ഷേ ഫാദർ, ഞാൻ കുഷിയെ കണ്ടിരുന്നു. മരുന്നുകൾ കൊണ്ടൊന്നും അവളെ സുഖമാക്കാൻ പറ്റില്ല. പ്രയർ മാത്രമാണ് വഴി. എനിക്ക് മനസ്സിലാവുന്നില്ല. അവക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഷീ ഈസ് പൊസസ്ഡ്. എന്ത്? ഷീ ഈസ് പൊസസ്ഡ്. ഖുഷിയുടെ ശരീരത്തിനുള്ളിൽ മറ്റൊരു പെണ്ണിന്റെ ആത്മാവുണ്ട്. നമുക്ക് ഖുഷിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഖുഷി ഏത് വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിൽ നമുക്ക് പോകണം. ഖുഷിയുടെ ദേഹത്തിന്റെ അകത്ത് ഇപ്പൊ ആരുടെ ആത്മാവ് ഉള്ളത്? ഖുഷിക്ക് ശരിയാവില്ലേ ഫാദർ? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഇവളുടെ ദേഹത്തിന്റെ അകത്ത് ഏതാത്മാവാ? ഖുഷിയും പിന്നെ മേരിയും. നിങ്ങൾക്ക് മേരി അറിയോ? ആ, നന്നായിട്ട് അറിയാം. എന്ത് അറിയാമായിരുന്നോ? അപ്പോ മേരി മരിച്ചോ? മേരി മരിച്ചുപോയി. ഖുഷിയും പിന്നെ മേരിയും. അപ്പോ അതിന്റെ അർത്ഥം മേരിയുടെ ആത്മാവ് എന്ന് വെച്ചാൽ ഇത് മേരിയുടെ ആത്മാവാണോ? ഹലോ, ഞാനാണ് മേരി. മേരിയാണ് സംസാരിക്കുന്നത്. നീ എന്നെ കാണാനായിട്ട് എപ്പോഴാ വരിക കരൺ? കരൺ, നീ എന്ന് വെച്ചാല് എനിക്ക് ജീവനാണ്, അറിയാമോ? ഐ ലവ് യു കരൺ, ഐ ലവ് യു. എന്ത്? നീ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. സംസാരിക്കാൻ കൊണ്ട് മാത്രം ഒരാളോട് ഇഷ്ടം തോന്നുവോ? ദയവേത് ഇതുപോലെ ഒന്നും സംസാരിക്കില്ലേ പ്ലീസ്. ആദ്യം ഫോൺ വെക്കോ. ബൈ. In the name of Jesus Christ,
In the name of lords and gods, whoever you are, it is He who commands you to leave the soul of this creature of God. ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ആർക്കും എന്നെ ഒന്നും മാറ്റാൻ പറ്റില്ല. നിനക്ക് ഇവളെ രക്ഷിക്കാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും. ഏയ് ദുഷ്ടശക്തിയെ, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകും. ദൈവം നിന്നെ വിമോചിപ്പിക്കുകയാണ്. മേരി, കുശിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകും. കുശിയെ വെറുതെ വിടെ. മേരി, ദൈവം നിന്നെ വിമോചിപ്പിക്കുകയാണ്. Evil spirit, you are commanded. It is He who commands you to leave the soul of this creature of God, or else you will be sent to the darkness of peril. Fear Him, fear Him, fear Him. കുഷിയുടെ ശരീരത്തിനുള്ളിൽ മേരിയുടെ ആത്മാവിന് അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ല. കൂടിപ്പോയാൽ 2 ദിവസം. അതിനുശേഷം ഓ ഗോഡ്, കുഷിയുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമല്ലോ ഫാദർ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. മേരിന്റെ ആത്മാവ് കുഷി എന്തിനാ കൊല്ലാൻ നോക്കുന്നേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉറപ്പായും ഒരു കാരണമുണ്ടാകും. കുട്ടിക്കാലത്ത് മേരി തീർത്തും ഒറ്റയ്ക്കായിരുന്നു. അവൾക്കാരും ഉണ്ടായിരുന്നില്ല. ചർച്ചിലെ ഹോസ്റ്റലിലാണ് അവൾ വളർന്നത്. സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം ഉപരിപഠനത്തിന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഫാദർ, യെസ്, ഫാദറിന് സുഖാണോ? എനിക്ക് സുഖമാണ്. ഫാദറിന് അറിയാമോ, ഞാൻ ഒരു വലിയ ഗുഡ് ന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് കാര്യം? ഇന്ന് മുതൽ ഞാൻ വെറും മേരിയല്ല, ഡോക്ടർ മേരിയാണ്. വൗ, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. വളരെ നല്ല ന്യൂസ്. ദൈവം എന്റെ എല്ലാ പ്രാർത്ഥനയും കേട്ടു ഫാദർ. എല്ലാം ഫാദറിന് അറിയാലോ. ഞാൻ ഈ മെഡിസിൻ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തെന്ന് ഫാദറിന് എല്ലാം അറിയാലോ. ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് മോളെ. താങ്ക് യു ഫാദർ. അല്ല, നിന്റെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലല്ലേ? അപ്പോ നീ പഠിക്കാനായി പുറത്തു പോകണമല്ലോ. അതല്ല ഫാദർ, പുറത്തേക്ക് പോകണം. പക്ഷെ 1 വർഷത്തേക്ക് മാത്രാണ്. അതിനുശേഷം കൽക്കട്ടയിലെ ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. കൂടാതെ എല്ലാ വീക്കെൻഡിലും ഞാൻ ഫാദറിനെ കാണാൻ വരും. ഷുവർ ഫാദർ. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫാദർ. താങ്ക് യു. നോക്കി, വളരെ നന്നായിട്ടുണ്ട്. അതെ. ഏയ്, ഒരു കാര്യമുണ്ടടി, ഞാൻ നിനക്ക് എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ കാണിച്ചു തരാം. നിനക്ക് ബോയ് ഫ്രണ്ടോ? അവൻ ഭയങ്കര ഹാൻസം ആണ്. ആണോ? ദേ, ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്. ദേ നോക്ക്, കാണാൻ ക്യൂട്ടല്ലേ? അവന്റെ പേര് കരൺ. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലുള്ളതല്ലേ? നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ആ, ഭയങ്കര സ്മാർട്ട് ആണല്ലോ ആള്. നല്ല രസമുണ്ടല്ലേ? ആ, എന്തിനിങ്ങനെ നോക്കുന്നേ? മതി. എന്തു പറ്റി? നിന്റെ അടുത്ത് അവന്റെ ഫോട്ടോ കാണിച്ചത് തെറ്റാ. അതെ, ഞാൻ പറയുന്നത്
ദേഷ്യം വരുന്ന എന്തിനാ? നിന്നെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഒന്ന് നിക്കേ. അത് ഞാൻ പറയുന്ന ഒരു തവണ ഒന്ന് കേൾക്ക്. എവിടേക്കാ നീ ഓടിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ എവിടേക്കാ പോകുന്ന മേരി? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ എവിടെ പോകുന്ന മേരി? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? മേരി, എന്താ പറയ്. നീ എവിടെ പോകുന്നത് ഇത്രയും ദേഷ്യം പിടിച്ച്? ആ ഹോസ്പിറ്റൽ വാർഡ്രോബിൽ ഞാൻ എത്ര അന്വേഷിച്ചെന്നറിയാമോ നിന്നെ? എവിടെ ചോദിച്ചപ്പോ നീ പോയി എന്നാ പറഞ്ഞത്. ദേ നോക്ക്, അതല്ല എന്റെ ഇഷ്ടം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്, കേട്ടല്ലോ? നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ? എന്റെ ബോയ് ഫ്രണ്ടായ കരണ്ട് ഫോട്ടോ വെച്ചിട്ട് നിന്റെ മൊബൈലിൽ നീ എന്താ ചെയ്തത്? നീ എന്നെ തെറ്റിദ്ധരിച്ചേക്കാണ് മേരി. നിന്റെ കരണ്ട് ഫോട്ടോ എന്റെ മൊബൈലിലല്ല, സോഷ്യൽ മീഡിയയിലാണ് ഉള്ളത്. നോക്ക്, ഇത് നോക്ക്. ഇവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? ദേ ഒരു കാര്യം, നീ എന്റെയും കരണ്ട് നടുവിൽ ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്നാലുണ്ടല്ലോ, പിന്നെ നീ എന്റെ വേറൊരു മുഖം കാണേണ്ടി വരും. നോക്കിക്കോ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണ് മേരി. പ്ലീസ് എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നാടകക്കാരി വന്നിക്കുന്നു. ഔട്ട്. ഓക്കെ വാസു, ഞാൻ നോക്കിക്കോളാം. എത്ര ദിവസത്തിനും നോക്കാം. പിന്നെ ഇവൻ പറയുന്നത് കേട്ടല്ല ഞാൻ പേടിക്കാൻ പോകുന്നത്. ഒരു പക്ഷെ ആ മെഹ്റ ആരുടെങ്കിലും എടുത്ത CD എടുത്ത് കൊടുത്താലോ? എനിക്ക് വലിയ പ്രശ്നമാവില്ലേ? മെഹ്റ ഇതിന് ശേഷം എൻ്റെ കാര്യത്തെ തലയിടാൻ പാടില്ല. അതിന് മെഹ്റയുടെ കഥ ഞാൻ മൊത്തത്തിൽ തീർത്തേ പറ്റൂ. പ്രോബ്ലം ആവും തോന്നുന്നു. ആരാത്? ആരാവിടെ? ആരാണെങ്കിലും ഉള്ളിവാ. ഒളിച്ചു നിന്ന് സംസാരിക്കുന്ന കേട്ടോണ്ടിരുന്നാണോ? പറയേ. ആ, നീ എങ്ങാനും നുണ പറഞ്ഞാ ഇത് വലിയ പ്രശ്നമാക്കും ഞാൻ. മര്യാദയ്ക്ക് സത്യം പറ. സർ, ഞാനൊന്നും തന്നെ കേട്ടില്ല സർ. ഞാൻ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയായിരുന്നു സർ. പ്ലീസ് എന്നെ പോകാൻ അനുവദിച്ചാലും സർ. ശരി, ഓക്കെ. നിന്നെ ഞാൻ പോവാൻ സമ്മതിക്കാം. നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? സർ, എനിക്കൊന്നും തന്നെ അറിയില്ല സർ. എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും കേട്ടില്ല സർ. ഇതുവരെ ഞാൻ സംസാരിച്ചോണ്ടിരുന്ന എല്ലാം നീ ഒളിച്ചിരുന്ന് കേട്ടോണ്ടിരുന്നു. ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ കാര്യം അറിഞ്ഞെന്ന് വെച്ചോ, ജീവിതകാലം മുഴുവനും നിന്റെ ഈ മുഖം ആർക്കും ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു വെച്ചേക്കും. പിന്നെ മറ്റൊരു കാര്യം, ഏത് പേഷ്യന്റാണ് ഒട്ടും വയ്യാത്ത രീതിയിൽ മരിക്കുന്ന അവസ്ഥയിലുള്ളതെന്ന് എനിക്ക് നീ ഇൻഫർമേഷൻ തരണം. അതിന് നിനക്ക് കമ്മീഷൻ തരാം. എനിക്ക് ഇതിൽ ഇൻവോൾവ് ആവണ്ട സർ. എനിക്കൊന്നും തന്നെ വേണ്ട. എന്നെ വിട്ടയക്കണം സർ. പ്ലീസ് എന്നെ വിടണം സർ.
ഞാൻ ആരോടും ഒന്നും തന്നെ പറയില്ല സർ. ഇരിക്കാനല്ലേ പറഞ്ഞ? നിന്റെ കരിയർ നശിച്ചു പോവും. വേണ്ട സാർ, വേണ്ട സാർ, അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. അതിന് വേറെ ഒരു വഴിയുണ്ട്. നീ എന്റെ ഒപ്പം ചേർന്ന് പണിയെടുക്കും. ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ. ഞാൻ കുറെ പൈസ കിട്ടും, കരിയർ മൊത്തം സ്റ്റെബിലൈസ് ആവും. പക്ഷേ സാർ, ഒരു പക്ഷേ പറ്റില്ലെന്ന് പറഞ്ഞു. ഇല്ല ഇല്ല സാർ, നിന്റെ കരിയർ ഞാൻ നശിപ്പിച്ചു കളയും. ഇല്ല സാർ. നിങ്ങൾ ഇവളോട് എന്തൊക്കെയാ സംസാരിക്കുന്നത്? പെൺകുട്ടികൾ തനിച്ച് റൂമിൽ വിളിച്ചു വരുത്തിട്ട് അവരോട് മോശമായിട്ട് പെരുമാറാണോ? നിങ്ങൾ ഇത്രക്ക് ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കിപ്പോ നിങ്ങളെ സാറെന്ന് വിളിക്കാൻ തന്നെ ലജ്ജ തോന്നുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളൊന്നും ഡോക്ടറല്ല, രാക്ഷസനാ, രാക്ഷസൻ. ഹോസ്പിറ്റലിൽ എല്ലാരും ട്രീറ്റ്മെന്റിനാണ് വരുന്നത്. എന്നാൽ നിങ്ങളാണെങ്കിൽ ഇവിടെ വരുന്ന രോഗികളുടെ അവയവം എടുത്ത് വിൽക്കുകയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ എല്ലാം പോലീസിനോട് തുറന്നു പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിൽ അറിയിക്കും. പിന്നെ നീ ഇത്രക്ക് തരം താഴ്ന്നവളാണോ നീ? ഈ ഡോക്ടറുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടല്ലേ? ഇല്ല 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 മേരി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ മേരി, 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 സാർ, സാർ ഇതെന്താ ചെയ്തത്? മേരി, എനിക്ക് മേരി, സാർ ഇവൾക്ക് ശ്വാസമുണ്ട് സാർ. പ്ലീസ് ഇവളെ കൊണ്ടുപോയി രക്ഷിക്കാം സാർ. പ്ലീസ് സാർ, എങ്ങനെയെങ്കിലും രക്ഷിക്കാം. മേരി, എനിക്ക് മേരി. ഒരു പ്രയോജനവും ഇല്ല, അവള് ചത്തുപോയി. ഒരുപക്ഷെ നീ ഈ കാര്യം ആരുടെ അടുത്തെങ്കിലും പറയാൻ മുൻവന്നെന്ന് അറിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ബെറ്റർ ഞാൻ എന്തു പറയുന്നു നീ അത് തന്നെ ചെയ്യേ. ഇങ്ങനെയാണ് മേരി മരിച്ചുപോയത്. അവളെ കൊന്നത് മിസ്റ്റർ ദിനേശ് കുമാർ വാസുവാണ്. പക്ഷെ മേരി കുശിയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. പക്ഷെ മൈസൺ, നമുക്കിപ്പോഴും സമയമുണ്ട്. നമുക്ക് കുശിയെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ അതിനു മുൻപ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മേരി എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ്. അവളുടെ ശവകുടീരത്തിൽ ഹോളി വാട്ടർ തളിക്കണം, വിശുദ്ധ കുരിശം സ്ഥാപിക്കണം. അതുകൊണ്ട് ഈ കാര്യം എപ്പോൾ ചെയ്യുന്നുവോ അപ്പോൾ മാത്രമേ മേരിയുടെ ആത്മാവ് കുശിയുടെ ശരീരത്തിൽ നിന്നും പോവുകയുള്ളൂ. ഒരു പക്ഷേ മേരിയുടെ ആത്മാവ് നിന്നെ അപകടപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇക്കാര്യം നീ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യണം. മേരിയെ പുതച്ച് ആ സ്ഥലം നിങ്ങൾക്ക് അറിയോ ഫാദർ? അതിന് എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. Hey, Dushta Shakti, in the name of gods, in the name of lords, in the name of Jesus Christ, കുഷി, കുഷി, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മേരിയുടെ ആത്മാവാണ്
നിന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല മേരി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മേരി, മേരി, ഞാൻ ചോദിക്കുന്നത് മറുപടി പറയൂ. ആ സ്ഥലം എവിടെയാണ്? എന്തെങ്കിലും ഒരു അടയാളം തരൂ. അതെവിടെയാണെന്ന് എന്നോട് പറയൂ. പറയൂ മേരി, പറയൂ. നീ മറുപടി പറഞ്ഞാൽ മതിയാകൂ. ദൈവത്തിന്റെ നാമത്തിൽ പറഞ്ഞേ തീരൂ. ഫാദർ എന്നെ രക്ഷിക്കേ. ഫാദർ കാട്ടില് ഞാൻ പറയില്ല. കരൺ, ഞാൻ അവനെ കൊല്ലും. കരൺ, നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും അവളെ കൊല്ലും. ഉറപ്പായിട്ടും കൊല്ലും. ഇന്നക്കരൺ, ഇത് പിടിക്കൂ. കാട്ടിലേക്ക് പോകൂ. ഹോസ്പിറ്റൽ റോഡ് പോകൂ. പെട്ടെന്ന് പോകൂ. ദുഷ്ടശക്തിയെ, ദൈവത്തെ ഭയക്കൂ. മേരി, കുശിയെ വിട്ടു പോകൂ. ഇല്ല. ഹോളി സ്പിരിറ്റ് ഇവൾക്ക് മോക്ഷം കൊടുക്കൂ. ഇല്ല. ദൈവത്തിനെ ഭയക്കൂ. ഫാദർ, നിങ്ങളെ കൊണ്ട് അവളെ രക്ഷിക്കാൻ കഴിയില്ല. രക്ഷിക്കാനും ശ്രമിക്കണ്ട. ഞാൻ എന്തായാലും അതിന് സമ്മതിക്കില്ല. കാരണമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകും. ഞാൻ വിടില്ല. ആരെയും ഞാൻ വെറുതെ വിടില്ല. ഫാദർ, ഞാൻ ആരെയും വെറുതെ വിടില്ല. ദൈവത്തിനെ ഭയക്കൂ. മേരി, മേരി, വേണ്ട. മേരി, വേണ്ട. അരുത് മേരി, അരുത്.
കരൺ, നീ വന്നു അല്ലേ? ദേ അവിടെ നോക്കി, നോക്ക്, ഫാദർ എണീക്കുന്നില്ല. എങ്ങനെ എണീക്കാനാ? ഞാൻ അവരെ കൊന്നു കളഞ്ഞില്ലേ? ശരി കരൺ, ഇനി ഖുഷി ആരാ രക്ഷിക്കുന്നേ? നീ ഖുഷിയെ രക്ഷിക്കോ? നീ ഖുഷിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നീ ഖുഷിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്നോട് വെറുപ്പോ അല്ലേ? മേരി, ഈ വിധി എത്ര വിചിത്രമാണല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചു പോകുന്നു. പക്ഷെ അതേ മനുഷ്യരുടെ അടുത്ത് നിന്ന് നമുക്ക് യാതൊരു സ്നേഹവുമില്ലാതെ നമുക്കവരെ വേണ്ടെന്ന് വിട്ടേച്ചു പോകുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, നമ്മൾ തമ്മിൽ കണ്ടതുകൊണ്ട് എന്തുമാത്രം തെറ്റുകളാ സംഭവിക്കുന്നത്. നീ ഫാദറെ കൊന്നു അല്ലേ? ശരി, നിനക്കിപ്പോ ഖുഷിയെയും കൊല്ലണമല്ലേ? ശരി, കൊല്ല്. നിന്റെ ആത്മാവിന് അപ്പോഴേ സന്തോഷം കിട്ടൂ എന്ന് വെച്ചാല് ഞാൻ നിന്നെ ഒരിക്കലും തടയില്ല. പക്ഷേ ഞാൻ നിന്നെ അവസാനമായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഒരേ ഒരു പ്രാവശ്യം. സത്യാണോ? അതെ.